ഇപ്പോൾ ഈ നിമിഷം ചൈന മണിക്കൂറിൽ 1000 കിലോമീറ്റർ, അതായത് ഏകദേശം 621 മൈൽ വേഗതയിൽ ചീറിപ്പായുന്ന ഒരു ട്രെയിൻ വികസിപ്പിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇതിന്റെ വേഗത എത്രത്തോളമുണ്ടെന്ന് ചോദിച്ചാൽ വെറും 2 മണിക്കൂർ കൊണ്ട് നിങ്ങളെ ന്യൂയോർക്കിൽ നിന്നും ലോസ് ഏഞ്ചൽസിൽ എത്തിക്കാൻ ഈ ട്രെയിനിന് കഴിയും. ജപ്പാനിലെ പ്രശസ്തമായ ഷിൻകാൻസൻ ബുള്ളറ്റ് ട്രെയിനുകൾ സാധാരണയായി മണിക്കൂറിൽ 320 കിലോമീറ്റർ വേഗതയിലാണ് ഓടുന്നത്. നിലവിൽ ലോകത്ത് സർവീസ് നടത്തുന്നതിൽ ഏറ്റവും വേഗതയേറിയ കൊമേഴ്ഷ്യൽ ട്രെയിനായ ഷാങ്ഹായ് മാഗ്ലേവിനാകട്ടെ പരമാവധി 431 കിലോമീറ്റർ വേഗതയെ കൈവരിക്കാൻ കഴിയുന്നുള്ളൂ. ഇനി ഇതിന്റെ ഇരട്ടിയിലധികം വേഗതയുള്ള ഒരു ട്രെയിനിനെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കും. അതായത് മണിക്കൂറിൽ ഏകദേശം 925 കിലോമീറ്റർ വേഗതയിൽ പറക്കുന്ന പല കൊമേഴ്ഷ്യൽ വിമാനങ്ങളെക്കാളും വേഗത്തിൽ പോകുന്ന ഒന്ന്. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ന്യൂയോർക്കിൽ നിന്ന് ഷിക്കാഗോയിലേക്ക് വെറും 90 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എത്താം. നിലവിൽ ഇതേ ദൂരം ട്രെയിനിൽ യാത്ര ചെയ്യാൻ 12 മണിക്കൂറോളവും വിമാനത്തിൽ ഏകദേശം 2 മണിക്കൂറുമാണ് എടുക്കുന്നത്. പോരാത്തതിന് വിമാനത്താവളത്തിലെ ആ വലിയ തിരക്കുകളും പരിശോധനകളും ഒക്കെ വേറെയും. നമ്മുടെ ഈ ആധുനിക കാലത്ത് എന്തിലും ഏതിലും കൂടുതൽ വേഗതയും കാര്യക്ഷമതയും കണക്ടിവിറ്റിയും കൊണ്ടുവരാനുള്ള നെട്ടോട്ടത്തിലാണ് നമ്മൾ എല്ലാവരും. കുതിരവണ്ടികളിൽ നിന്ന് കാറുകളിലേക്കും പ്രൊപ്പല്ലർ വിമാനങ്ങളിൽ നിന്ന് ജെറ്റ് വിമാനങ്ങളിലേക്കും നമ്മൾ വളർന്നു കഴിഞ്ഞു. ഇപ്പോഴിതാ ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ട്രെയിനുകളെ പോലും വെറും നിഴൽ രൂപങ്ങളാക്കി മാറ്റാൻ ശേഷിയുള്ള ഒരു വൻ കുതിച്ചുചാട്ടത്തിന്റെ വക്കിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അതാണ് ടി-ഫ്ലൈറ്റ് മാഗ്ലേവ് വാക്വം ട്രെയിൻ. അതിവേഗ യാത്രകളെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങളെ ആകെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു സാങ്കേതിക അത്ഭുതം. ഇതിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് റെയിൽവേ എങ്ങനെയാണ് ഈ ഒരു നേട്ടത്തിലേക്ക് എത്തിയത് എന്നൊന്ന് വേഗത്തിൽ നോക്കാം. ട്രെയിനുകളുടെ ചരിത്രമെടുത്താൽ അവ തുടങ്ങിയ കാലം തൊട്ട് ഇന്ന് വരെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത്. ആദ്യമായി സ്റ്റീം എഞ്ചിനുകൾ വന്ന കാലത്ത് മണിക്കൂറിൽ 48 കിലോമീറ്റർ അഥവാ 30 മൈൽ വേഗതയിൽ ഓടുന്നത് തന്നെ വലിയ കാര്യമായിരുന്നു. കുതിരവണ്ടികളുമായി താരതമ്യം ചെയ്യുമ്പോൾ അതൊരു വൻ മുന്നേറ്റം തന്നെയായിരുന്നു. പിന്നാലെ വന്ന കാറുകൾ സാധാരണയായി 64 മുതൽ 80 കിലോമീറ്റർ വരെ വേഗതയിലാണ് ഓടിയിരുന്നത്. അന്നത്തെ കാലത്ത് അത് അത്ഭുതപ്പെടുത്തുന്ന വേഗതയായിരുന്നു. പിന്നീട് 1964 ജപ്പാൻ അവരുടെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിനായ ഷിൻകാൻസൻ പുറത്തിറക്കി. മണിക്കൂറിൽ ഏകദേശം 210 കിലോമീറ്റർ അഥവാ 130 മൈൽ വേഗതയിൽ സഞ്ചരിക്കാൻ അതിന് കഴിഞ്ഞു. ഗതാഗത രംഗത്ത് അതൊരു വിപ്ലവകരമായ മാറ്റമായിരുന്നു. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ദൂരസ്ഥലങ്ങളിലേക്ക് എത്താൻ ഇത് ആളുകളെ സഹായിച്ചു. അവിടെ നിന്നും ട്രെയിനുകൾ വീണ്ടും മെച്ചപ്പെട്ടു. ഇന്ന് ചില മോഡലുകൾ മണിക്കൂറിൽ 320 കിലോമീറ്റർ വേഗതയിൽ വരെ കുതിക്കുന്നുണ്ട്. അടുത്ത കാലത്ത്, അതായത് 2004 ചൈന തങ്ങളുടെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ മാഗ്ലേവ് ട്രെയിൻ ഷാങ്ഹായിൽ അവതരിപ്പിച്ചു. മണിക്കൂറിൽ 431 കിലോമീറ്റർ വേഗതയിലായിരുന്നു അത് കുതിച്ചിരുന്നത്. ആ കാലഘട്ടത്തിൽ അതൊരു വിപ്ലവം തന്നെയായിരുന്നു. വെറും 8 മിനിറ്റ് കൊണ്ട് 30.5 കിലോമീറ്റർ ദൂരം പിന്നിട്ട് ഈ ട്രെയിൻ പുഡോങ് അന്താരാഷ്ട്ര വിമാനത്താവളത്തെ നഗരഹൃദയവുമായി ബന്ധിപ്പിച്ചു. എന്നാൽ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തുടക്കം മാത്രമായിരുന്നു. ഷാങ്ഹായ് മാഗ്ലേവ് ഇത്രയേറെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നായിരുന്നെങ്കിലും അത് ജർമ്മൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് നിർമ്മിച്ചത്. കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായി ചൈനയെ നിക്ഷേപിക്കുന്ന ആർക്കും ഒരു കാര്യം വ്യക്തമാണ്: സാങ്കേതിക വിദ്യയ്ക്കായി അന്യരാജ്യങ്ങളെ ദീർഘകാലം ആശ്രയിക്കുന്നത് അവർക്കൊട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ്. 2016 ആയപ്പോഴേക്കും ചൈന ചാങ്സയിൽ സ്വന്തമായ ഒരു മാഗ്ലേവ് സംവിധാനം തന്നെ വികസിപ്പിച്ചെടുത്തു. ഈ ട്രെയിൻ വേഗതത്തിന്റെ കാര്യത്തിൽ അല്പം പിന്നിലായിരുന്നു. മണിക്കൂറിൽ ഏകദേശം 100 മുതൽ 120 കിലോമീറ്റർ വരെയായിരുന്നു ഇതിന്റെ വേഗത. എങ്കിലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന്റെ തെളിവായിരുന്നു: ഇത്തരം സാങ്കേതിക വിദ്യകൾ സ്വന്തം നിലയ്ക്ക് വികസിപ്പിക്കാനും നിർമ്മിക്കാനുമുള്ള ചൈനയുടെ കഴിവ്. ചാങ്സ ലൈൻ പൂർത്തിയാക്കാൻ ഏകദേശം $750 ദശലക്ഷം ചിലവ് വന്നു. കേൾക്കുമ്പോൾ ഇതൊരു വലിയ തുകയായി തോന്നിയെങ്കിലും മറ്റു ഗതാഗത പദ്ധതികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് സാമാന്യം കുറഞ്ഞ ചിലവ് മാത്രമാണ്. ഓരോ ട്രെയിനിലും 363 യാത്രക്കാരെ വഹിച്ചുകൊണ്ട് ഈ ലൈൻ ഇപ്പോൾ വർഷങ്ങളായി വിജയകരമായി പ്രവർത്തിച്ചു വരുന്നു. ഈ ഓരോ മുന്നേറ്റവും ആ കാലഘട്ടത്തിലെ വേഗതയുടെ കാര്യത്തിൽ വലിയ ചുവടുവെപ്പുകളായിരുന്നു. യാത്രകളെക്കുറിച്ചും ജോലിസ്ഥലത്തേക്കുള്ള പോക്കുവരവിനെക്കുറിച്ചും നഗര ആസൂത്രണത്തെക്കുറിച്ചുമുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെ തന്നെ ഇവ മാറ്റിമറിച്ചു. ഒരു കാലത്ത് ഏറെ അകലെയെന്ന് കരുതിയിരുന്ന നഗരങ്ങൾ തമ്മിൽ കൂടുതൽ അടുത്തു. ഇനി ഇന്നത്തെ കാര്യത്തിലേക്ക് വേഗത്തിൽ വന്നാൽ ചൈനയുടെ എയറോസ്പേസ് സയൻസ് ആൻഡ് ഇൻഡസ്ട്രി കോർപ്പറേഷൻ ഈ രംഗത്തേക്കിറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വെറുതെ അല്പം വേഗതയുള്ള ട്രെയിനുകൾ ഉണ്ടാക്കുകയല്ല അവരുടെ ലക്ഷ്യം, മറിച്ച് ഉപരിതല ഗതാഗതത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങളെ തന്നെ പൂർണ്ണമായി മാറ്റിമറിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അവർ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ പുതിയ സംവിധാനം മണിക്കൂറിൽ 1000 കിലോമീറ്റർ വേഗതയാണ് ലക്ഷ്യമിടുന്നത്, അതായത് ഏകദേശം ശബ്ദത്തിന്റെ വേഗത. ഈ വലിയ ലക്ഷ്യം കൈവരിക്കുന്നതിനായി അവർ 2 പ്രധാന സാങ്കേതിക വിദ്യകളെ തമ്മിൽ യോജിപ്പിക്കുന്നു: മാഗ്നറ്റിക് ലെവിറ്റേഷനും വാക്യൂം ട്യൂബുകളും. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം, ഇലോൺ മസ്ക് ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന ആ ഹൈപ്പർ ലൂപ്പ് പോലെ തന്നെയല്ലേ ഇതും എന്ന്. സത്യത്തിൽ ഇതിന് അതേ എന്നും അല്ല എന്നും ഉത്തരമുണ്ട്. കുറഞ്ഞ മർദ്ദത്തിലുള്ള ട്യൂബുകൾ ഉപയോഗിച്ച് അതിവേഗം കൈവരിക്കുക എന്നതാണ് 2 സാങ്കേതിക വിദ്യകളുടെയും ലക്ഷ്യമെങ്കിലും അവ പ്രവർത്തിക്കുന്ന രീതിയിൽ വലിയ മാറ്റങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് അല്പം കഴിഞ്ഞ് വിശദമായി സംസാരിക്കാം. തൽക്കാലം ഇതിനെ ഈ രീതിയിലൊന്ന് നോക്കിക്കാണുക. ഏതൊരു വാഹനത്തിന്റെയും വേഗത കുറയ്ക്കുന്ന ഏറ്റവും വലിയ ഘടകം എന്താണ്? അത് വായുവിന്റെ പ്രതിരോധമാണ്. വേഗത കൂടുന്തോറും വായു നമുക്ക് മുന്നിൽ ഒരു അദൃശ്യ മതിൽ പോലെ തടസ്സമായി നിൽക്കും. നിലവിലുള്ള അതിവേഗ ട്രെയിനുകൾ മണിക്കൂറിൽ 500
കിലോമീറ്ററിനടുത്തെത്തുമ്പോൾ വേഗത കുറഞ്ഞു പോകുന്നതിന്റെ കാരണവും ഇതുതന്നെയാണ്. അതിനപ്പുറം പോകാൻ ശ്രമിക്കുന്നത് വായുവിനോട് മല്ലിടുന്നതിന് തുല്യമാണ്. എന്നാൽ ഈ പുതിയ ഹൈസ്പീഡ് ട്രെയിൻ ഓടുന്നത് വായുമർദ്ദം വളരെ കുറഞ്ഞ ഒരു വാക്യൂം അന്തരീക്ഷത്തിലൂടെയാണ്. ഇത് വായുവിന്റെ തടസ്സം വൻതോതിൽ കുറയ്ക്കുന്നു. അങ്ങനെയാണ് ആ അവിശ്വസനീയമായ വേഗത കൈവരിക്കാൻ കഴിയുന്നത്. അപ്പോൾ എന്താണ് ഈ മാഗ്ലെവ് സാങ്കേതികവിദ്യ എന്ന് നിങ്ങൾക്കറിയാമോ? മാഗ്ലെവ് എന്നാൽ മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്നാണ് അർത്ഥം. സിമ്പിളായി പറഞ്ഞാൽ ട്രെയിനുകളെ ട്രാക്കിൽ നിന്ന് അല്പം ഉയർത്തി നിർത്താനും മുന്നോട്ട് കുതിപ്പിക്കാനും ശക്തമായ കാന്തങ്ങൾ ഉപയോഗിക്കുന്ന ഒരു രീതിയാണിത്. സാധാരണ ട്രെയിനുകളെ പോലെ ട്രാക്കിൽ ചക്രങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരം ഈ ട്രെയിനുകൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിന് മുകളിലൂടെ ഒഴുകി നീങ്ങുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്നതൊരു പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ റോബർട്ട് ഗൊഡാർഡും എമിൽ ബാഷലെറ്റും ഗതാഗതത്തിനായി കാന്തിക മണ്ഡലങ്ങൾ ഉപയോഗിക്കാമെന്ന് നിർദ്ദേശിച്ച കാലം മുതൽ ഈ ആശയമുണ്ട്. എങ്കിലും കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായി മാത്രമാണ് ഇത് പ്രായോഗികമായി പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടു തുടങ്ങിയത്. ഇനി നമുക്കിത് വിശദമായി ഒന്ന് പരിശോധിക്കാം. ഈ സിസ്റ്റം യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? സാധാരണ മാഗ്ലെവ് ട്രെയിനുകൾ ട്രാക്കിൽ നിന്ന് ഏകദേശം 10 മില്ലിമീറ്റർ മാത്രം ഉയരത്തിലാണ് പൊങ്ങി നിൽക്കുന്നത്. എന്നാൽ ഈ പുതിയ സംവിധാനത്തിൽ ട്രെയിൻ 100 മില്ലിമീറ്റർ വരെ മുകളിലേക്ക് ഉയരുന്നു. അതായത് സാധാരണയേക്കാൾ 10 മടങ്ങ് കൂടുതൽ ഉയരം. ഇങ്ങനെ ഉയരം കൂടുന്നത് ട്രാക്കുമായുള്ള തടസ്സങ്ങൾ കുറയ്ക്കാനും അതിവേഗത്തിൽ പോകുമ്പോൾ കൂടുതൽ സ്ഥിരത നൽകാനും സഹായിക്കുന്നു. ട്രെയിനിന്റെ കരുത്ത് ഒട്ടും കുറയാതെ തന്നെ ഭാരം പരമാവധി കുറയ്ക്കാനായി കാർബൺ ഫൈബർ ഉപയോഗിച്ചാണ് ഇവ നിർമ്മിക്കുന്നത്. ഇത് വെറുതെ വേഗത കൂട്ടാൻ മാത്രമല്ല, മറിച്ച് ആ വേഗത ഏറ്റവും കാര്യക്ഷമമായി ഉപയോഗിക്കാൻ കൂടിയാണ്. ഇതിൽ അവർ ഉപയോഗിച്ചിരിക്കുന്ന സൂപ്പർ കണ്ടക്ടിംഗ് മാഗ്ലെവ് സിസ്റ്റം വളരെ ബുദ്ധിപരമായ ഒന്നാണ്. ചില പ്രത്യേക പദാർത്ഥങ്ങളെ വളരെ താഴ്ന്ന താപനിലയിൽ തണുപ്പിക്കുമ്പോൾ അവ സൂപ്പർ കണ്ടക്ടറുകളായി മാറും. ഇതിലൂടെ വൈദ്യുതി കടന്നുപോകുമ്പോൾ ഒട്ടും റെസിസ്റ്റൻസ് ഉണ്ടാവില്ല. ഇത് മാഗ്നറ്റിക് ലെവിറ്റേഷനെ കൂടുതൽ കാര്യക്ഷമവും സുസ്ഥിരവുമാക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം, ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്, പക്ഷേ പ്രായോഗികമായി ഇത് നടക്കുമോ എന്ന്. എന്നാൽ അവർ ഇതിനോടകം തന്നെ പരീക്ഷണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അതിന്റെ ഫലങ്ങൾ വളരെ പ്രതീക്ഷ നൽകുന്നതുമാണ്. ചൈനയിലെ ഷാങ്സി പ്രവിശ്യയിൽ അവർ ഇതിനായി 2 കിലോമീറ്റർ നീളമുള്ള ഒരു ടെസ്റ്റ് ട്രാക്ക് നിർമ്മിച്ചു കഴിഞ്ഞു. 2 കിലോമീറ്റർ എന്നത് അത്ര വലിയ ദൂരമായി നിങ്ങൾക്ക് തോന്നില്ലായിരിക്കാം. പക്ഷേ ഈ സംവിധാനത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പരീക്ഷിച്ചു നോക്കാൻ ആ ദൂരം ധാരാളമാണ്. പരീക്ഷണത്തിൽ നിന്നുള്ള ഫലങ്ങൾ അവർ നേരത്തെ കണക്കുകൂട്ടി വെച്ചിരുന്ന ഫലങ്ങളോട് കൃത്യമായി ചേർന്ന് നിൽക്കുന്നുണ്ട്. കണക്കുകൾ കൂട്ടി ഒരു കാര്യം ഇങ്ങനെ നടക്കും എന്ന് പറയുന്നതും അത് യഥാർത്ഥ ലോകത്ത് പ്രവർത്തിക്കുന്നത് നേരിൽ കാണുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടല്ലോ. പരീക്ഷണ ഘട്ടത്തിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലായിരുന്നു അവർ ശ്രദ്ധ കൊടുത്തത്. ഒന്നാമത്തേത് കൺട്രോൾഡ് നാവിഗേഷൻ. ഇത്രയും ഭീമമായ വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ പാതയിൽ നിന്ന് ചെറിയൊരു മാറ്റം വന്നാൽ പോലും അത് വലിയ അപകടത്തിന് കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ അവിശ്വസനീയമായ കൃത്യതയോടെ ട്രെയിനിനെ അതിന്റെ പാതയിൽ തന്നെ ഉറപ്പിച്ചു നിർത്താൻ ഈ സംവിധാനത്തിന് കഴിയണം. രണ്ടാമത്തേത് സ്ഥിരതയുള്ള സസ്പെൻഷൻ. ട്രാക്കിന് മുകളിൽ ഒട്ടും ഉലച്ചിലോ ഉയരവ്യത്യാസമോ ഇല്ലാതെ ഒരേപോലെ ഒഴുകി നീങ്ങാൻ ട്രെയിനിന് സാധിക്കണം. യാത്രക്കാരുടെ സുഖസൗകര്യങ്ങൾക്കും സുരക്ഷയ്ക്കും ഇത് വളരെ പ്രധാനമാണ്. അവസാനത്തേത് സുരക്ഷിതമായി നിർത്തുക എന്നതാണ്. അതിവേഗത്തിൽ പായുക എന്നതൊരു കാര്യം, എന്നാൽ സുരക്ഷിതമായി നിർത്താൻ കഴിയുക എന്നത് അതിലും പ്രധാനമാണ്. എത്ര വലിയ വേഗതയിലാണെങ്കിലും കൃത്യമായ നിയന്ത്രണത്തോടെ ട്രെയിനിനെ നിർത്താൻ കഴിയുമെന്ന് ഈ പരീക്ഷണം തെളിയിച്ചു കഴിഞ്ഞു. ഈ പരീക്ഷണങ്ങളിലൂടെ ഈ ഒരു സാങ്കേതിക വിദ്യ പ്രായോഗികമാണെന്ന് ഉറപ്പായിട്ടുണ്ട്. ഇനി ഇതിനെ ദീർഘദൂര പാതകളിലേക്ക് വ്യാപിപ്പിക്കുക എന്നതാണ് അടുത്ത ലക്ഷ്യം. പ്രായോഗികമായി പറഞ്ഞാൽ ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത്തരമൊരു വേഗത കൈവരിക്കുന്നതിലൂടെ സാമ്പത്തിക വിദഗ്ധർ 1 അവർ എക്കണോമിക് സർക്കിൾസ് എന്ന് വിളിക്കുന്ന ഒന്ന് സൃഷ്ടിക്കാൻ കഴിയും. അതായത് എത്ര വലിയ നഗരക്കൂട്ടങ്ങൾക്കിടയിലും ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് എത്താൻ വെറും 1 മണിക്കൂറിൽ താഴെ സമയം മാത്രം മതിയാവും എന്ന അവസ്ഥ. നമ്മുടെ ജീവിത രീതിയെയും ജോലി രീതിയെയും പാടെ മാറ്റിമറിക്കാൻ ഇതിന് സാധിക്കും. ഒരു നഗരത്തിൽ താമസിച്ച് അവിടെ നിന്നും 100 കണക്കിന് കിലോമീറ്റർ അകലെയുള്ള മറ്റൊരു നഗരത്തിലേക്ക് ദിവസവും ജോലിക്ക് പോകുന്നതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. ഇത് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് നിലനിർത്തുന്നത് പോലും വളരെ എളുപ്പമാക്കും. നിലവിലുള്ള മണിക്കൂറുകളുടെ യാത്രാദൂരമുള്ള നഗരങ്ങൾ ഒരേ നഗരത്തിലെ തന്നെ അടുത്തടുത്ത സ്ഥലങ്ങളെ പോലെ അത്രമേൽ അടുപ്പമുള്ളതായി മാറും. ഇതോടൊപ്പം തന്നെ പരിഗണിക്കേണ്ട ചില പ്രധാന പരിസ്ഥിതി ഗുണങ്ങളുമുണ്ട്. ഈ ട്രെയിനുകൾക്ക് കുറഞ്ഞ ദൂരത്തേക്കുള്ള വിമാനയാത്രകൾക്ക് പകരമാകാൻ കഴിഞ്ഞാൽ കാർബൺ പുറന്തള്ളലിൽ വലിയൊരു കുറവ് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അന്തരീക്ഷത്തിലെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് കൂടുന്നതിൽ വിമാനയാത്രകൾക്ക് വലിയൊരു പങ്കുണ്ട്. അതുകൊണ്ടുതന്നെ പരിസ്ഥിതി മലിനീകരണം കുറഞ്ഞ ഇത്തരം ഏതു പുതിയ സാങ്കേതിക വിദ്യയും നമ്മൾ ഗൗരവമായി കാണേണ്ടതാണ്. ഇതൊന്ന് താരതമ്യം ചെയ്തു നോക്കിയാൽ കാര്യം വ്യക്തമാകും.
ലഭ്യമാകും. സാധാരണ ഒരു ഷോർട്ട് ഹോൾ വിമാനം ഒരു യാത്രക്കാരന് വേണ്ടി 1 കിലോമീറ്ററിന് ഏകദേശം 150 മുതൽ 200 ഗ്രാം വരെ കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ നിലവിലുള്ള ഹൈസ്പീഡ് ട്രെയിനുകൾ പോലും വെറും 20 മുതൽ 30 ഗ്രാം വരെ മാത്രമേ പുറത്തുവിടുന്നുള്ളൂ. മാഗ്ലേവ് വാക്യൂം ട്രെയിനുകൾ ഇതിലും കൂടുതൽ കാര്യക്ഷമമായതുകൊണ്ട് ഈ അളവ് ഇനിയും വൻതോതിൽ കുറയ്ക്കാൻ നമുക്ക് കഴിഞ്ഞേക്കും. എന്നാൽ നമുക്കൊരു നിമിഷം ഒന്ന് പതുക്കെ ചിന്തിക്കാം. ഇതെല്ലാം കേൾക്കാൻ നല്ല രസമാണെങ്കിലും ഇതിനു മുന്നിൽ വലിയ ചില വെല്ലുവിളികളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനുള്ള ചിലവ് താങ്ങാനാവില്ല എന്നുള്ളതാണ്. കിലോമീറ്ററുകളോളം ദൂരത്തിൽ ഈ ലോ വാക്യൂം ട്യൂബുകൾ നിർമ്മിക്കുക എന്നത് ഒട്ടും ചിലവ് കുറഞ്ഞ പണിയല്ല. നിലവിലുള്ള റെയിൽ ശൃംഖലകളുമായി ഈ പുതിയ സംവിധാനത്തെ യോജിപ്പിക്കുക എന്നത് വലിയൊരു കടമ്പ തന്നെയാണ്. ഇതിന്റെ ചിലവിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടാൻ പറയുകയാണെങ്കിൽ, സാധാരണ ഹൈസ്പീഡ് റെയിൽവേ ലൈനുകൾ നിർമ്മിക്കാൻ തന്നെ ഭൂപ്രകൃതിയും മറ്റ് സാഹചര്യങ്ങളും അനുസരിച്ച് 1 കിലോമീറ്ററിന് 17 ദശലക്ഷം മുതൽ $170 ദശലക്ഷം വരെ ചിലവ് വരാം. അപ്പോൾ ഒരു വാക്യൂം ട്യൂബിനുള്ളിലെ മാഗ്ലേവ് സിസ്റ്റത്തിന് ഇതിലും എത്രയോ അധികം ചിലവ് വരുമെന്ന് ഉറപ്പാണ്. ദൂരസ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു ലൈൻ പൂർത്തിയാക്കാൻ നമ്മൾ 100 കണക്കിന് ശതകോടി ഡോളറുകൾ ചിലവാക്കേണ്ടി വരുമെന്നാണ് ഇതിനർത്ഥം. സുരക്ഷയാണ് ഇതിൽ പരിഗണിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം. ഇത്രയും വലിയ വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ ചെറിയൊരു പിഴവ് സംഭവിച്ചാൽ പോലും അതിന്റെ ആഘാതം വളരെ വലുതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിലെ എമർജൻസി സിസ്റ്റങ്ങൾ തികച്ചും കുറ്റമറ്റതായിരിക്കണം. ചൈന മാത്രമല്ല ഈ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നത് എന്ന കാര്യവും നമ്മൾ ഓർക്കണം. ജപ്പാൻ അവരുടെ സ്വന്തം സൂപ്പർ കണ്ടക്ടിംഗ് മാഗ്ലേവ് സിസ്റ്റമായ ചുവോ ഷിൻകാൻസെൻ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മണിക്കൂറിൽ 505 കിലോമീറ്റർ അഥവാ 313 മൈൽ വേഗതയിൽ ഓടാൻ പാകത്തിനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ചൈനയുടെ പുതിയ സിസ്റ്റത്തിന്റെ അത്ര വേഗത ഇതിനില്ലെങ്കിലും ഇതൊരു വലിയ മുന്നേറ്റം തന്നെയാണ്. 2027ഓടെ ടോക്കിയോയെയും നഗോയയെയും തമ്മിൽ ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുവരികയാണ്. അമേരിക്കൻ ഐക്യനാടുകളിൽ പല കമ്പനികളും ഹൈപ്പർലൂപ്പ് സാങ്കേതിക വിദ്യ വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ഇതിന് ചൈനയുടെ മാഗ്ലേവ് സിസ്റ്റവുമായി ചില സാമ്യങ്ങളൊക്കെയുണ്ട്. അവിടെ പുരോഗതി അല്പം പതുക്കെയാണെങ്കിലും ചില പരീക്ഷണങ്ങൾ വിജയകരമായി നടന്നിട്ടുണ്ട്. പല അമേരിക്കൻ സംസ്ഥാനങ്ങളും ഹൈപ്പർലൂപ്പ് പദ്ധതികൾ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കുന്നുമുണ്ട്. മസ്കിന്റെ ഹൈപ്പർലൂപ്പും ചൈനയുടെ ഫ്ലൈറ്റും തമ്മിലുള്ള പ്രധാന വ്യത്യാസം അവയുടെ ഡിസൈനിലും ലക്ഷ്യങ്ങളിലുമാണ്. രണ്ടും അതിവേഗ ഗതാഗത മാർഗങ്ങളാണെങ്കിലും അവ സ്വീകരിക്കുന്ന രീതികൾ വ്യത്യസ്തമാണ്. ഹൈപ്പർലൂപ്പ് മർദ്ദം വളരെ കുറഞ്ഞ ട്യൂബുകളിലൂടെ പോഡുകൾ ഉപയോഗിച്ച് മണിക്കൂറിൽ 1200 കിലോമീറ്റർ വേഗതയാണ് ലക്ഷ്യമിടുന്നത്. എന്നാൽ ഫ്ലൈറ്റ് ലക്ഷ്യമിടുന്നത് 1000 കിലോമീറ്ററാണ്. ഇതിന് ഹൈപ്പർലൂപ്പിനെ പോലെ പൂർണ്ണമായും ശൂന്യമായ ട്യൂബുകൾ ആവശ്യമില്ല എന്ന പ്രത്യേകതയുമുണ്ട്. സത്യം പറഞ്ഞാൽ ഹൈപ്പർലൂപ്പ് ഇപ്പോഴും പരീക്ഷണ ഘട്ടത്തിലാണ്. പ്രമുഖരായ വെർജിൻ ഹൈപ്പർലൂപ്പ് പോലും യാത്രാ ഗതാഗത പദ്ധതി ഉപേക്ഷിച്ചു കഴിഞ്ഞു. എന്നാൽ ചൈനയാകട്ടെ മാഗ്ലേവ് ട്രെയിനുകളിൽ തങ്ങൾക്കുള്ള വർഷങ്ങളുടെ പരിചയ സമ്പത്ത് ഉപയോഗിച്ചാണ് ഇത് പടുത്തുയർത്തുന്നത്. ലോകത്തിന്റെ പല ഭാഗത്തും സമാനമായ വലിയ പദ്ധതികൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും സാധാരണ മാഗ്ലേവിൽ നിന്ന് തുടങ്ങി ഘട്ടം ഘട്ടമായി വളർന്നുവരുന്ന ചൈനയുടെ ഈ വികസന രീതിയായിരിക്കും ഒരുപക്ഷെ കൂടുതൽ വിജയിക്കാൻ. വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ സുഹൃത്തുക്കളെ. അപ്പോൾ വീണ്ടും കാണാം. പരക്കട്ടെ പ്രകാശം.